ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഓട്സ് എഗ് ഓംലെറ്റ് ആണ്. പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും കണ്ടിരിക്കണം. കണ്ടിരുന്നാൽ മാത്രം പോരാ, ഈ ഒരു സാധനം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓട്സിന്റെ പ്രത്യേകതകൾ പറയണ്ടല്ലോ. വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർക്ക് ഒരുപാട് ഹെൽത്ത് എക്സ്പേർട്സ് ആയാലും ന്യൂട്രീഷനിസ്റ്റുകളായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫുഡാണ് ഓട്സ്. കാരണം അതിൽ ഫൈബർ, പ്രോട്ടീൻ, പോരാത്തതിന് ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്, ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു ഫുഡ്, പക്ഷെ അതിൻ്റെ ഒരു സ്റ്റിക്കി നേച്ചർ കാരണം കൊണ്ട് നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതുപോലെ എഗ്സ് ആഡ് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ അറിയില്ല. പോരാത്തതിന് ഒരുപാട് വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഓംലെറ്റ് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചായിരുന്നു, ഓർഗാനിക് ഓംലെറ്റ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതും വെയിറ്റ് ലോസിന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്. പോരാത്തതിന് വെയിറ്റ് ലോസിന് നമ്മൾ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക്, അതും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അപ്പൊ നമുക്ക് ഒരുപാട് ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 2 ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 1/2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഒരു ഓംലെറ്റ് ആണെങ്കിൽ അതിന്റെ പകുതി എടുത്താൽ മതി, 1/4 കപ്പ് ഓട്സ് എടുത്താൽ മതി. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. ഒരു ബൗളിലേക്ക് ഞാൻ അതിന്റെ പകുതി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 2 എണ്ണം ഉണ്ടാക്കണോണ്ടാണ് കേട്ടോ അതിന്റെ പകുതി ഇട്ട് കൊടുത്തേക്കണത്. ഇനി അതിലേക്ക് 2 മുട്ട വീതം പൊട്ടിച്ചൊഴിക്കാം. അടുത്തതായിട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ മല്ലിയില ചേർക്കുന്നുണ്ട് ഞാൻ. കൂടെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതായത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തേക്കണത്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തവ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതിന് മുകളിലേക്ക് നമ്മുടെ ഈ മിശ്രിതം ഉണ്ടല്ലോ, നമ്മൾ ഓംലെറ്റിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പയ്യെ സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വട്ടത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് അടുത്ത സൈഡും അതുപോലെ തന്നെ വേവിച്ചെടുക്കാം. അപ്പൊ കണ്ടല്ലോ, വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഓട്സ് ഓംലെറ്റ് റെഡിയായി. ഇത് വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ്. ഇത് വളരെ ഫില്ലിങ്ങുമാണ്. പോരാത്തതിന് ഇത്രയും വെജിറ്റബിൾസ് ഇതിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓട്സ് സ്ഥിരം കഴിക്കുന്ന രീതിയിൽ നിന്ന് മാറി ഇതുപോലെ ഓംലെറ്റ് ആക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കണ്ട ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.